ഇന്ന് വീക്കിലി ടാസ്കിൻ്റെ രണ്ടാമത്തെ ടാസ്ക്കാണ് കൊടുത്തത്. രണ്ടാമത്തെ ദിവസത്തിലെ ടാസ്ക്കാണ് കൊടുത്തത്. പാവശാസ്ത്രം എന്ന ടാസ്ക്കായിരുന്നു. എല്ലാവരും കൺവെയർ ബെൽറ്റിൽ കൂടെ ഈ പാവയുടെ ശരീരഭാഗങ്ങളൊക്കെ വരുമല്ലോ, ഓരോ പാർട്ടായിട്ട് അവർ അയക്കുന്ന അതിങ്ങനെ പറക്കി സ്വരൂപിച്ച് ഏറ്റവും കൂടുതൽ പാവ ആർക്കാണോ അവരാണ് വിജയി. അങ്ങനെയാണ് ടാസ്ക്. ഇന്നലത്തെ പോയിന്റിൻ്റെ കൂടെ കൂട്ടുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. ഇന്നൊരു ചിരിയുടെ സൗണ്ട് കേൾക്കും, അപ്പം പാവകൾ അവർ പിടും. അങ്ങനെയാണ് ആ പാവകൾ കുഞ്ഞു പാവക്കുട്ടികളുടെ പല പല പാർട്ടുകളാണ്. അനുമോളുടെ മുമ്പിൽ നിവിനും ലക്ഷ്മിയും ഉണ്ട്. അടുത്ത ഓപ്പോസിറ്റ് സൈഡിൽ അനീഷ്, നൂറ, ഷാനവാസ് ഉണ്ട്. ഷാനവാസ് പക്ഷേ ഇന്നത്തെ ഗെയിമിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ്, ഒന്നിനും അത്ര ഇതായിട്ട് നിൽക്കുന്നില്ല. ഷാനവാസ് ഭയങ്കര വഴക്കാണ്, തുടക്കം മുതൽ വഴക്കാണ്. അനുവിൻ്റെ തൊട്ട് പുറകിലായിട്ടായിരുന്നു അക്ബർ നിന്ന്. അക്ബറിൻ്റെ പുറകെ ആര്യനുണ്ടായിരുന്നു. അക്ബർ അനുമോളുടെ ദേഹത്തോട്ട് ഇങ്ങനെ കിടന്നതുകൊണ്ട് അനുമോൾക്ക് ആ ശരീര വെയിറ്റ് കൊണ്ട് അനുമോൾക്ക് എണ്ണിക്കാൻ പറ്റാതായിട്ടുണ്ടായിരുന്നു. അനുമോൾ കരയുന്നുണ്ടായിരുന്നു. അക്ബറിന് ഓൾറെഡി ഇച്ചിരി വണ്ണവും തടിയും നീളവും ഒക്കെ ഉള്ള ഒരാളല്ലേ, അനുമോൾ ഇച്ചിരിയല്ലേ ഉള്ളു. അപ്പം അനുമോൾ ആദ്യം ഇത് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, നീ മാറി നിൽക്കുക, നീ അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അക്ബർ ചോദിച്ചു, നീക്ക് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചായിരുന്നു. അത് തുടക്കം പോലെ അവർ വഴക്കായിരുന്നു. അത് പിന്നെ വലിയ വഴക്കായി. അനുമോൾ അവസാനം കരഞ്ഞ് ലക്ഷ്മി അത് ഏറ്റുപിടിച്ചിട്ടാണ് ഭയങ്കര പ്രശ്നമായി. ലക്ഷ്മി പറഞ്ഞു, അക്ബറെ നീ അങ്ങനെ ചെയ്ത് തെറ്റാണ്, നീ സോറി പറയുന്നില്ല എന്ന് പറഞ്ഞ് അക്ബറിൻ്റെ നേരെ അങ്ങ് ചെല്ലുക. അക്ബർ പറഞ്ഞു, ഞാൻ തെറ്റിയതില്ല, പിന്നെ ഞാനിതിന് സോറി പറയുന്നത്. ആര്യൻ തള്ളിയതാണ്, അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല. പക്ഷേ നീ എൻ്റെ ദേഹത്തോട്ട് മറിഞ്ഞു കിടക്കുമായിരുന്നു പറഞ്ഞ അനുമോള്. അപ്പോൾ അക്ബർ പറഞ്ഞു, എത്രയോ ടാസ്കിൽ എനിക്ക് ദേഹം മുറിഞ്ഞ് ചോര പൊടിച്ചിട്ടുണ്ട്. അപ്പം ലക്ഷ്മി ചോദിക്കുന്നത്, ഏത് ടാസ്ക് നീ ചെയ്തത് തെറ്റാണ്, നീ തെറ്റെന്തായി ഏറ്റു പറയാത്ത, നീ തെറ്റ് സമ്മതിക്കാത്ത, നീ സോറി പറയാത്ത എന്താണെന്ന് പറഞ്ഞു. അക്ബർ ഇവരെല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയതുകൊണ്ടായിരിക്കും അക്ബർ സോറി പറയത്തില്ലെന്നുള്ള ഒരു വാശിയായി അക്ബറിന്. അക്ബറും വിട്ടുകൊടുക്കാതെ സംസാരിക്കുകയാണ്. ഒരു 1/4 മണിക്കൂർ നേരമായിട്ട് ഈ വഴക്ക് കണ്ടിന്യൂസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പാവ വന്ന് പാവയൊക്കെ പറക്കി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അനീഷിനാണ് കിട്ടുക. അനീഷ് ഒരുപാട് പറക്കി തുണിക്കകത്തോട്ട് ലക്ഷ്മിയും എല്ലാവരും ഡ്രസ്സിനകത്തോട്ടാണ് പറക്കി ഇടുന്നത്, അവർക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഷാനവാസ് ഭയങ്കര സൈലൻ്റായിട്ട് കൂളായിട്ടാണ് നിൽക്കുന്നത്. അനുമോൾ കരഞ്ഞുകൊണ്ട് ശപിക്കുന്നുണ്ട്, നീ ഒരാളെ വേദനിപ്പിച്ച് ഒരാളെ എങ്ങും എത്തത്തില്ലടാ, നീ നോക്കിക്കോടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ അക്ബർ പറയുന്നത്, ഞാൻ ആരെ ഇതുവരെ ഇത്ര കാലത്തിൽ ഞാൻ ചതിച്ചിട്ടില്ലെന്ന് അക്ബറും പറയുന്നത്. ഒരാളെയും ചതിച്ച് നീ എങ്ങും എത്തത്തില്ലടാ എന്നൊക്കെ പറഞ്ഞ് അനുമോൾ കരഞ്ഞുകൊണ്ട് പ്രാവിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ലക്ഷ്മി പറയുന്നത്, നീ സോറി ലക്ഷ്മി ഭയങ്കരമായിട്ട് ചൂടാകുകയാണ്. ഈ ഒരു പ്രശ്നം ലക്ഷ്മി ഏറ്റെടുത്ത് ഭയങ്കര ഇഷ്യൂ ആക്കുകയാണ് ലക്ഷ്മി. അക്ബർ പറയുന്നത്, ആരെ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് സോറി പറയേണ്ട കാര്യമില്ല, എന്നെ ആരും തള്ളിയതാണ്. അപ്പം അനുമോട് പറയുന്നത്, അത് തള്ളിയതല്ല, നീ വന്ന് വീഴുമായിരുന്നു, നീ എൻ്റെ ദേഹത്ത് കിടക്കുകയല്ലേ, പിന്നെ എങ്ങനെയാണ് നീ തള്ളിയെന്ന് പറയുന്നത്, തള്ളിയ ഒരു ജസ്റ്റ് തള്ളത്തേലേ ഉള്ളൂ, ഇത് അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനുമോട് കരയും പറയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ചോദിക്കുകയാണ്, ഒരാളുടെ മുഖം നിങ്ങളിങ്ങനെ ഇവിടെ വെച്ചിങ്ങനെ അമുക്കിയാൽ അത് നിങ്ങൾ ചൂസ് ചെയ്യുമോ, ഫൈനൽ 5 വിടാമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആ ആളെ ചൂസ് ചെയ്യുമോ, ഫൈനൽ 5 ചൂസ് ചെയ്യുമെന്ന്. അപ്പോൾ അക്ബർ പറയാണ്, ആ ആളുടെ മുഖം ചൂസ് ചെയ്യും, നീ ചോദിച്ച ചോദ്യമേ ഒരു ഇതാണ്, നീ അങ്ങനെ ചോദിക്കാൻ പാടില്ല, അതെന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, അങ്ങനെ ആരെങ്കിലും ചോദിക്കുമോ, അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദിലയായിട്ട് തർക്കിക്കുകയാണ്. എന്തൊരു ചോദ്യമാണ് ഇത്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിക്കുമോ എന്നാണ് അക്ബർ ചോദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്, പിന്നെ നീ എന്തിനാണ് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്നതെന്ന് ആദിലയോട് അക്ബർ ചോദിച്ചു. ഷാനവാസ് ഈ ഗെയിമിലുള്ള ആളെ അല്ലാത്ത രീതിയിലാണ് ഷാനവാസ് നിൽക്കുന്നത്. ഭയങ്കര സൈലൻ്റായിട്ട് കൂളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഈ അടിയും വഴക്കും എല്ലാം കണ്ടുകൊണ്ട്. അനുമോട് പറയുന്ന അക്ബറിനെ, നീ ചെകുത്താൻ്റെ ജന്മമാടാ, ചെകുത്താൻ്റെ ജന്മം, നല്ലവരെ എല്ലാം ഔട്ടായി പോയിട്ട് നിന്നെ ഇവിടെ നിർത്തിയേക്കുന്നു, ചെകുത്താനാടാ നീ എന്ന് പറഞ്ഞിട്ട് അനുമോൾ അക്ബറിൻ്റെ നേരെ തിരിയുന്നു. അക്ബർ പറഞ്ഞ്, ലക്ഷ്മി ചൂടാവുന്നത് എന്തിനാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല, ഇവർ ആദ്യമേ അങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ പറഞ്ഞത്, എനിക്ക് സംഭവം പോലും ഒന്നും മനസ്സിലായിട്ടില്ല, ഇവർ അത്രയ്ക്ക് ഇതായിട്ടാണ് സംസാരിക്കുന്നത്. ലക്ഷ്മി പറയുന്നത്, അയ്യോ പാവം, ഒന്നും അറിയാത്തൊരു പാവം, എല്ലാം ചെയ്തിട്ട് ഒന്നും അറിയത്തില്ലെന്ന് പോലും, പിന്നെ അവരുടെ ദേഹം മൊത്തം ഇതായിട്ടുണ്ട്, എന്നിട്ട് പിന്നെയും പറയുന്നുണ്ട് ഒന്നും അറിയുന്നില്ലെന്ന്. അക്ബർ പറയുന്നത്, ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്, ഞാൻ നോക്കി തന്നെയാണ് കളിക്കുന്നത്, നിങ്ങൾ പറയുന്ന കണക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ സോറി വരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് അക്ബർ വീണ്ടും സംസാരിക്കുന്നുണ്ട്. പക്ഷേ പല പാർട്ടുകളും ബിഗ് ബോസ് മ്യൂട്ട് ചെയ്താണ് നമ്മളെ കാണിക്കുന്നത് ലൈവിൽ. കാരണം ഇവരുടെ വായിന്ന് വേറെ വാക്കുകളൊക്കെ വീഴുന്നുണ്ട്. അത് അനുമോടെ വായിന്ന് വീണിട്ടുണ്ട്, അക്ബറിൻ്റെ വായിന്ന് വീണ്ടും മ്യൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരുപാട് സമയമായി തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.